സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. ദർശനമാലയിലെ 3-ാം മന്ത്രത്തിലൂടെയാണ് ഇന്ന് നാം സഞ്ചരിക്കുന്നത്. 2-ാമത്തെ മന്ത്രത്തിൽ നാമരൂപങ്ങളായി വേർതിരിയുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം വാസനാരൂപത്തിലുണ്ടായിരുന്നതാണ്. പിന്നീട് സർവജ്ഞനായ ഈശ്വരൻ ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ തൻ്റെ മായാശക്തിയാൽ മുഴുവൻ പ്രപഞ്ചത്തെയും നാമരൂപങ്ങളാക്കി വേർതിരിച്ചു എന്ന് നാം ചിന്ത ചെയ്തു. ഇനി 3-ാം മന്ത്രത്തിലേക്ക് കടക്കാം. നമുക്ക് പ്രാഗുത്പത്തേരിദം സ്വസ്മിൻ വിലീനമധവൈ സ്വതഃ ബീജാദംഗുരവത് സ്വസ്യ ശക്തിരേവാസൃജത് സ്വയം. ഇതിന്റെ പദച്ഛേദം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കണം. പ്രാഗുത്പത്തേരിദം, പ്രാക് ഉത്പത്തേഹേ ഇദം, പ്രാഗുത്പത്തേരിദം സ്വസ്മിൻ വിലീനമധ, വിലീനം പ്ലസ് അധ ചേരുമ്പോൾ വിലീനമധ വൈ സ്വതഃ ബീജാദ് അങ്കുരവത് സ്വസ്യ, ബീജാദ് പ്ലസ് അങ്കുരവത് പ്ലസ് സ്വസ്യ. അടുത്ത പറയാണ് ശക്തിരേവാ സൃജത് സ്വയം, ശക്തി ഏവ അസൃജത് സ്വയം, ശക്തി ഏവ അസൃജത് സ്വയം എന്ന് പദച്ഛേദം. ഇനി ഇതിന്റെ ഗദ്യക്രമത്തിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ അന്വയ രൂപം പറയുമ്പോൾ, അതായത് പദ്യം അന്വയമാക്കുമ്പോഴാണ്, ഗദ്യരൂപത്തിലാക്കുമ്പോഴാണ് അതിന്റെ ആശയം ഉരുത്തിരിഞ്ഞു വരിക. ഇദം പ്രാക് സ്വസ്മിൻ വിലീനം ആസീത് അഥ വൈ സ്വതഃ ബീജാദ് അങ്കുരവത് സ്വസ്യ ശക്തി ഏവ സ്വയം അസൃജത് എന്ന് ഗദ്യരൂപം. ഇനി ഇതിന്റെ പദാനുപദ അർത്ഥത്തിലേക്ക് കടക്കാം. ഇദം എന്ന ശബ്ദം കൊണ്ട് ഈ പ്രപഞ്ചം എന്നർത്ഥം. പ്രാക് എന്ന വാക്കിന് മുൻപ് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എന്തിനു മുൻപാണ്? സൃഷ്ടിക്ക് മുൻപ് എന്നർത്ഥം. അതായത് നാമരൂപങ്ങളായ ഈ ദൃശ്യപ്രപഞ്ചം മാറുന്നതിന് മുമ്പ്, നാമരൂപങ്ങളായിട്ട് ഇത് മാറുന്നതിന് മുൻപ് എന്നുള്ള അർത്ഥമാണ് പ്രാക് എന്നുള്ളതിന്. അടുത്ത പറയാണ് സ്വസ്മിൻ, തന്നിൽ തന്നെ, അതായത് ബ്രഹ്മത്തിൽ തന്നെ, വിലീനമാസി, വേർതിരിക്കാൻ വയ്യാതെ ഏകീഭവിച്ചിരുന്നു. അധ വൈ, പിന്നീട് അധ എന്നുള്ളതിന് അനന്തരം എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വൈ എന്നുള്ളതിന് നിശ്ചയാർത്ഥ ദ്യോതകമായ ഒരു അവ്യയമാണ്, ഉറപ്പിച്ച് തീർച്ചയായും. സ്വതഃ, സ്വാഭാവികമായി തന്നെ, ബീജാദ്, അതായത് തന്റെ തന്നെ സ്വഭാവമായിക്കൊണ്ട് എന്നർത്ഥം. സ്വതഃ, സ്വാഭാവികമായി തന്നെ, സ്വഭാവമായിക്കൊണ്ട് തന്നെ, ബീജാദ് അങ്കുരവത്, വിത്തിൽ നിന്ന് മുള എന്നതുപോലെ, സ്വസ്യ ശക്തി ഏവ, തന്റെ അഥവാ ബ്രഹ്മത്തിന്റെ ശക്തി തന്നെയാണ്, സ്വയം, തന്നെത്താൻ, വേറൊരു സൃഷ്ടാവ് പുറത്തുനിന്നില്ല, തന്നെത്താൻ അസൃജത്, സൃഷ്ടിച്ചു എന്ന് പദാനുപദ അർത്ഥം. ഇനി നമ്മൾ ആദ്യം ഇത് ഓഡിയോ കേൾക്കുന്നതിന് മുമ്പ് 1-ാമത്തെയും 2-ാമത്തെയും ആശയം, ശ്ലോകത്തിന്റെ ആശയം വെറുതെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം 3-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. കാരണം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാരോപമാണ്. ഉള്ള വസ്തുവിൽ ഇല്ലാത്ത വസ്തുവിനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അധ്യാരോപം പതുക്കെ മറനീക്കി തരികയാണ് ഗുരു. അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കാണ് ദർശനമാല നമ്മളെ കൊണ്ടുപോകുന്നത്. അപൂർണത്തിൽ നിന്ന് പറഞ്ഞ് പൂർണ്ണമായ സത്യസ്വരൂപത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇതം പ്രാക് സ്വസ്മിൻ വിലീനമാസി, ഈ പ്രപഞ്ചം
സൃഷ്ടിക്ക് മുൻപ് തന്നിൽ തന്നെ വിലീനമായിരുന്നു. ഇവിടെ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിജാലവും എല്ലാം ഒരാൾ തന്നെയാണ് എന്നർത്ഥം. അതായത് ഒളിഞ്ഞു കിടന്നതിൻ്റെ പൊന്തിവരവ് എന്നാണ് ഇവിടെ അർത്ഥം. ഉത്പത്തിക്ക് മായാശക്തി സ്പന്ദിച്ചുയരുമ്പോൾ പ്രപഞ്ച ഘടകങ്ങൾ ആവിർഭവിക്കുകയും അതിനുശേഷം സ്പന്ദിച്ചു മറയുമ്പോഴോ, മായ സ്പന്ദിച്ചു മറയുമ്പോൾ പ്രപഞ്ച ഘടകങ്ങൾ മറഞ്ഞ് ശക്തി ചേരും? എവിടെ ചേരും? ശക്തനുമായി ഒന്നിച്ച് ഏകീഭവിക്കുന്നു. ശക്തന് ശക്തിയുമായി ചേർന്ന് മാത്രമേ പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. ശിവശക്തിയായുക്തം നമ്മൾ സൗന്ദര്യലഹരിയിലൊക്കെ ചൊല്ലുന്നതാണ്. അപ്പോ ശക്തൻ മാത്രമായി മാറുന്നു. ശക്തി ഏകീഭവിച്ച് കഴിയുമ്പോൾ ശക്തൻ മാത്രമായിട്ട് മാറുന്നു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം, അല്ല ദൃക്ക്, അങ്ങനെ ഒന്നായി മാറുന്നു. ഈ അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ ദൃശ്യപ്രപഞ്ചം ശക്തി രൂപത്തിൽ ബ്രഹ്മത്തിലുള്ളവ തന്നെ. ചിലപ്പോൾ അവ പ്രകടമാകുന്നുണ്ട്, ചിലപ്പോൾ വാസനാരൂപത്തിൽ ലയിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്തു പറ്റുന്നു? ഈ പ്രകടഭാവം എല്ലാം ഒഴിഞ്ഞ് ശക്തനുമായി ഏകീഭവിക്കുന്നുണ്ട്. ഇവിടെ പ്രകൃതി എന്ന പദം ബ്രഹ്മശക്തിയെയാണ് ഉദ്ദേശിക്കുന്നത്. വേദാന്തം പ്രകൃതി എന്ന പദം കൊണ്ട് എപ്പോഴും ബ്രഹ്മശക്തിയെയാണ് പറയുന്നത്, നിർവചിക്കുന്നത്. പ്രകർഷേണ ദൃശ്യങ്ങളെ ഉണ്ടാക്കുന്നവൻ എന്നാണ് പ്രകൃതി ശബ്ദത്തിന് അർത്ഥം. അപ്പോൾ നമുക്ക് പറയാം, പ്രപഞ്ച വസ്തുക്കളുടെ ആവിർഭാവവും പരിണാമവും ലയവും മാറി മാറി വരുന്നത് ബ്രഹ്മശക്തിയായ പ്രകൃതിയുടെ സ്വഭാവമാണ്. ഭഗവത്ഗീത 130 അധ്യായം പറയുകയാണ്, ഗുണവും പരിണാമവുമുള്ള എല്ലാ സൃഷ്ടികളും പ്രകൃതി ഉണ്ടാക്കുന്നവയാണ്. ആവർത്തിച്ചുള്ള സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ സത്യവസ്തുവിലുള്ള സ്വാഭാവിക ശക്തി പ്രകടനം മാത്രമാണ്. മാണ്ഡൂക്യകാരികയിൽ ഗൗഡപാദരും ഇതുതന്നെയാണ് പറയുക. ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് പ്രപഞ്ചം എന്ന്. അതാണ് സ്വതഹ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മോപദേശ ശതകം 79 ശ്ലോകത്തിൽ പറയുകയാണ്, ജനിസമയം സ്ഥിതിയില്ല ജന്മി അന്യക്ഷണം അതിലില്ലിരിപ്പതെപ്രകാരം ഹനനവുമിങ്ങനെ തന്നെയാകയാലേ ജനനവുമില്ലിതു ചിത്പ്രഭാവമെല്ലാം. ജനന മരണങ്ങളും സ്ഥിതിയും സത്യസ്വരൂപത്തിൽ തോന്നുന്ന വെറും ഭ്രമങ്ങൾ. സകല കർമ്മചലനങ്ങളുടെയും നിശ്ചലമായ അധിഷ്ഠാനം ഏതാണോ, അതായത് യാതൊന്നാണോ സർവത്ര അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നത്, അതിന് ശരണം പ്രാപിക്കുന്നവൻ മുക്തനായിത്തീരുന്നു. അതാണ് ഗുരുചിത് പ്രഭാവമെല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പ്രാഗുത്പത്തേരിതം സ്വസ്മിൻ വിലീനമത വൈസ്വത. സ്വസ്മിൻ വിലീനം, തന്നിൽ തന്നെ വിലീനമായിരുന്നു. സ്വതഹ എന്നത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു. വൈ എന്നത് നിശ്ചയാർത്ഥ ദ്യോതകം, അവ്യയം. ഒരു കാര്യം നിശ്ചയമായും സത്യമായും ഉറപ്പാണ് എന്ന് പറയുന്നതാണ്. പലതുണ്ടെന്ന ചിന്ത വെടിയണം, ചിത്തശുദ്ധി കൈവരണം. എന്നാലേ നമുക്ക് വേദാന്തം കേട്ടാൽ മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താകും അതിൻ്റെ അവസ്ഥ? നമ്മൾ കേൾക്കുന്ന കാര്യം ചാമ്പലിലിട്ട ഹോമദ്രവ്യം പോലെ ആയിപ്പോവും. ഹോമദ്രവ്യം ഇടുന്നത് എരിയുന്ന അഗ്നിയിലേക്കാണ്. ചാമ്പലായതിനു ശേഷം ഹോമദ്രവ്യം ഇട്ടാൽ അത് എരിയുകയില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചിത്തശുദ്ധി കൈവരണം. അതുപോലെ തന്നെ മനസ്സിലാകുന്നത് വരെ കേൾക്കണം, ചിന്തിക്കണം. കേൾക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം, സത്യം ഉറപ്പിക്കണം. നാം ഒന്ന് ഓർത്തു നോക്കൂ, എത്ര കാലമായി നാം ഇങ്ങനെ ജീവിക്കുന്നു? ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, പുണരേണമെന്നിവണ്ണം അണയുമനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാര രൂപം. അല്ലേ? ഒരു ചോദിച്ചിരിക്കുകയാണ്. അലഞ്ഞ് ജോലി ചെയ്യുന്നു, എന്തൊക്കെയോ സമ്പാദിച്ചു കൂട്ടുന്നു, ഈ സമയത്തിനിടയിൽ കുറേയൊക്കെ ഉപയോഗിക്കുന്നു, ദുഃഖിച്ച് നടക്കുന്നു, മേനി അടിച്ച് നടക്കുന്നു.
ആരെയൊക്കെയോ സ്നേഹിക്കുന്നു, ആരെയൊക്കെയോ നമ്മളെ പറ്റിക്കുന്നു. ഇതിനിടയിൽ യഥാർത്ഥ സത്യം അറിയാനുള്ള ഭാഗ്യം മാത്രം ഈശ്വരൻ തന്നില്ല. പക്ഷെ നാം അറിയണം, ഇന്ന് ഈ നിമിഷം തുടങ്ങുക. തീർച്ചയായും സത്യത്തോടടുക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്നറിയുക. അല്ലാത്തവർക്ക് ഒരിക്കലും ഇത് കേൾക്കാനുള്ള അവസരം ഒരുങ്ങി വരികയില്ല. ഭൗതിക ജീവിതത്തിൽ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ, നമുക്ക് ഭയം തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരോട് ദയയായിരിക്കും തോന്നുക. കാരണം എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് നമുക്ക് നമ്മൾ ചിന്തിച്ചു പോകും. സത്യം അറിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരുടെ ജീവിതത്തേക്ക് ഒന്ന് വെറുതെ കണ്ണോടിച്ച് നോക്കിയാൽ മതി. പല കാഴ്ചകളും നമുക്ക് കാണാം. സ്വർണം കൊണ്ട് ഭഗവാന് തുലാഭാരം തൂക്കുന്നു. എന്നിട്ടോ ഞാൻ സ്വർണം തന്നു എന്ന് ഭഗവാനോട് മേനി പറയും. സമ്പാദിച്ചു കൂട്ടിയവയെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നുറങ്ങും. സത്യത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്ന സർവവും ഭഗവാനാണ്. അവിടെ നിന്നല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ധനമെടുത്ത് ഭഗവാനെ തന്നെ എടുത്ത്, ഭഗവാന്റെ ധനമെടുത്ത് ഭഗവാന് സമർപ്പിക്കുന്ന നാം എത്ര അജ്ഞരാണ്, വിഡ്ഢികളാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീധാഹ മാകൃത കസ്യസ്വധനം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു. ഈശാവാസ്യമിതം സർവം, തം സർവം ഈശാവാസ്യം, ഈശനാൽ വ്യസിക്കപ്പെട്ടതാണ് ഈ ലോകം. ഈ ലോകം മുഴുവൻ ഈശൻ നിറഞ്ഞു നിൽക്കുന്നു. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ടു നീ ചരിക്ക മുക്തനായി ആശിക്കരുതാരുടെയും ധനം. നീ മുക്തനായി ചരിക്കുക. ഇവിടുത്തെ ധനമെല്ലാം ഇവിടെ സൃഷ്ടിച്ച ഈശ്വരൻ തന്നെയാണ് ഈ പ്രപഞ്ചമായും ധനമായും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ നീ ധനം ആശിക്കരുത്. ഇവിടെ ചോദിക്കുന്നുണ്ട് കസ്യസ്വിത് ധനം, എടുത്ത് ചോദിക്കുന്നുണ്ട് ഉപനിഷത്ത്. കസ്യസ്വിത് ധനം, ധനം ആരുടെയാണ്? എല്ലാം കൈയടക്കി ആർക്കും കൊടുക്കാതെ നമ്മൾ വെട്ടിപ്പിടിച്ച് വെക്കും. മിഥ്യ, വെറും വിഡ്ഢിത്തരം. ഈ ധനം ആരുടേതാണ്? ചിന്തിച്ചു നോക്കൂ. സർവവും ഈശനാൽ വ്യസിക്കപ്പെട്ടതാണ് എന്ന കാര്യം നാം മറന്നുപോകുന്നു. നിലയില്ലാ കയത്തിൽ നിൽക്കുന്ന നമുക്ക് ഒന്ന് പിടിച്ചു കയറണം, സത്യമറിയണം. അതിന് ഭഗവാന്റെ ചൈതന്യം തെളിഞ്ഞു വരണം. ഇപ്പോഴത്തെ അവസ്ഥ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കയ്യിലല്ല ഒന്നും തന്നെ. എല്ലാത്തിൻ്റെയും ഉടയോൻ തീരുമാനിക്കും. പ്രകൃതിയുടെ തീരുമാനത്തിന് കാതോർത്ത് ഒന്നും സംസാരിക്കാതെ മിണ്ടാതെ വാ മൂടിക്കെട്ടി നടക്കുകയല്ലേ നാം. ഇവിടെ ഭഗവാൻ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. അതീവ ലളിതമായൊരു ഉപമയാണ്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഉപമ നമുക്കത് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതായത് ഉത്പത്തിക്ക് മുമ്പ് ഈ പ്രപഞ്ചം സ്വസ്മിൻ, തന്നിൽ തന്നെ വിലീനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണം പറയാണ്, ബീജാത് അങ്കുരവത്. അങ്കുരവത് എന്ന് പറഞ്ഞാൽ അതിനെപ്പോലെ. അവിടെ ഇവ എന്ന ഉപമാവാചക ശബ്ദം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അങ്കുരവത്. അങ്കുരം എന്ന് പറഞ്ഞാൽ മുള, ബീജം എന്ന് പറഞ്ഞാൽ വിത്ത്, ബീജാത് എന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്നും എന്നുള്ള അർത്ഥമായി. വിത്തിൽ നിന്നും മുള വരുന്നത് പോലെ ആണെന്ന് അത് വ്യക്തമായി പറയാം. വിത്തിൽ നിന്ന് മുള വരുന്നത് പോലെയാണ് ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ച ഘടകങ്ങൾ ഒന്നൊന്നായി വന്നതെന്ന് പറയാണ്. എന്നിട്ട് പറയാണ് സ്വസ്യ ശക്തിരേവ സൃജത് സ്വയം. വിത്തിൽ നിന്നും മുള വരണമെങ്കിൽ ഒരു ശക്തിവിശേഷമുണ്ട്, ഒരു ശക്തി വേണം. അതുപോലെ സ്വസ്യ ശക്തിരേവ, തൻ്റെ ആ ശക്തിയാലാണ് ഇത് ഈ പ്രപഞ്ചത്തെ, ബ്രഹ്മശക്തിയാലാണ് ഈ പ്രപഞ്ചത്തെ സ്വയം സൃഷ്ടിച്ചത് എന്ന്. അതായത് ലളിതമായൊരു ഉദാഹരണം തന്നെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ ഭൂമി എന്ന അധിഷ്ഠാനം, അവിടെ വിത്തും വൃക്ഷവും ശക്തി രൂപത്തിൽ ഒളിഞ്ഞു കിടന്നിരുന്നവയാണ്. വൃക്ഷം വിത്തിൽ നിന്ന് വേർപെട്ടാൽ പിന്നെ വീണ്ടും അതിൽ നിന്ന് വിത്ത് വൃക്ഷം, വിത്ത് വൃക്ഷം, ഇങ്ങനെ സങ്കോച വികാസം പ്രകടമായിക്കൊണ്ടേയിരിക്കും. അതായത് വിത്ത് അതിൻ്റെ സങ്കോച രൂപവും വൃക്ഷം അതിൻ്റെ വികസിത രൂപവുമാണ്. ഇതൊക്കെ നാം പലവരും പഠിച്ചതാണ്. ഇതാണ് പ്രകൃതിയുടെ ഇന്ദ്രജാലം. വിത്തും വൃക്ഷവും മണ്ണിൽ ശക്തി രൂപത്തിൽ വർത്തിച്ചിരുന്നവയാണ്, സ്ഥിതി ചെയ്തിരുന്നതാണ്.
അതായത് മണ്ണിന്റെ സ്വഭാവമാണ്. അതുപോലെ അഖണ്ഡബോധ വസ്തുവിൽ ശക്തി രൂപത്തിൽ ഒളിഞ്ഞിരുന്ന പ്രപഞ്ചം, ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് പ്രപഞ്ചം നമ്മൾ പറഞ്ഞു. ശക്തി രൂപത്തിൽ ഒളിഞ്ഞിരുന്ന പ്രപഞ്ചം പ്രകടമായാൽ ചിലപ്പോൾ സങ്കല്പതലത്തിലും ചിലപ്പോൾ വാസനാതലത്തിലും വികസിച്ചും സങ്കോചിച്ചുമൊക്കെ മാറി മാറി തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ശക്തി ഇങ്ങനെ പ്രപഞ്ചരൂപത്തിൽ പ്രകടമായും വാസനാരൂപത്തിൽ ലയിച്ചും വർത്തിക്കുന്നുണ്ട്. എങ്കിലും ബ്രഹ്മസ്വരൂപത്തിന് മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ മായയ്ക്കിതൊക്കെ നിർത്തി ബ്രഹ്മത്തിൽ ഏകീകരിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ അവസരം ഉണ്ടാകുന്നത് തന്നെ. പ്രകടനം എപ്പോൾ വേണമെങ്കിലും നിർത്താൻ സാധിക്കും. പ്രപഞ്ചം ബ്രഹ്മത്തിന്റെ പരിണാമമാണെന്ന് ഒരിക്കലും ചിന്തിച്ചെടുക്കരുത്. കാരണം ബ്രഹ്മത്തിന്റെ വിവർത്തമാണ് പ്രപഞ്ചമെന്നേ പറയാവൂ. ബ്രഹ്മത്തിന് മാറ്റം സംഭവിച്ചല്ല പ്രപഞ്ചമായി മാറിയത്, ബ്രഹ്മം തന്നെയാണ്. ഇവിടെ എന്താണ് വിവർത്തം എന്ന് പറഞ്ഞു നോക്കുക. രൂപഭേദം അല്ലെങ്കിൽ മിഥ്യാഭ്രമം എന്നൊക്കെ പറയാം. നമ്മൾ ബ്രഹ്മവിദ്യാപഞ്ചകം പഠിച്ചപ്പോൾ ഇതെല്ലാം പഠിച്ചതാണ് ചേർത്ത്. വിവർത്തം എന്നാൽ എന്താണ്? അധിഷ്ഠാന സത്തയായ ബ്രഹ്മത്തിന് മാറ്റം വരാതെ ഇരുന്നിട്ട്, ബ്രഹ്മത്തിന് അധിഷ്ഠാന സത്തയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല, എന്നിട്ടോ കാര്യരൂപങ്ങൾ, അതായത് പ്രപഞ്ച വസ്തുക്കൾ ആരോപിച്ച് അനുഭവിക്കുന്നതാണ് വിവർത്തം. ബ്രഹ്മം കാരണമാണെങ്കിൽ പ്രപഞ്ചം അതിന്റെ കാര്യമാണ്. കാരണമില്ലാതെ കാര്യമുണ്ടാകുകയില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നാ പറഞ്ഞത്? അധിഷ്ഠാനമായ ബ്രഹ്മത്തിനൊരു മാറ്റവും വരാതെ ഇരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? കാര്യരൂപങ്ങള്, പ്രപഞ്ച വസ്തുക്കൾ ആരോപിച്ച് നമ്മൾ ഇതാണ് സത്യം എന്ന് കരുതി അനുഭവിച്ച് ജീവിക്കുന്നതാണ് വിവർത്തം എന്ന് പറയുക. ഇതൊക്കെ നല്ലവണ്ണം ചിന്ത ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കണം. വിവർത്തമൊക്കെ ഇനിയും പലവരും കേൾക്കും. നമ്മൾ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെയും പറയുന്നുണ്ട്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള വേദാന്തത്തിന്റെ കാര്യങ്ങളാണ്. ഇതെല്ലാം മനസ്സിൽ പലവരും ചിന്തിച്ചുറപ്പിച്ചു വെക്കുക. കയറിൽ പാമ്പിനെ ആരോപിക്കുമ്പോൾ കയറെന്ന അധിഷ്ഠാനത്തിന് ഒരു ചലനവും സംഭവിക്കുന്നില്ല. ഇവിടെ അങ്ങനെ സങ്കല്പിച്ചു നോക്കുകയും അതിനെ തെറ്റായി കാണിച്ചു തരികയാണ് ചെയ്തത്. അതായത് അധിഷ്ഠാനത്തിന് ഒരു മാറ്റവും വന്നതുമില്ല, പിന്നെയോ ഉള്ളതിനെ തെറ്റായി കാണിച്ചു തരികയാണ് ചെയ്തത്. അതാണല്ലോ അധ്യാരോപം നമ്മൾ പഠിക്കുന്നത്. അതുപോലെ പ്രകൃതി ബ്രഹ്മത്തിൽ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചത്തെ ആരോപിച്ച് അനുഭവിക്കുന്നതും നമ്മൾ ഇപ്പൊ ഈ കയറില് പാമ്പിനെ കണ്ട പോലെ തന്നെയാണ്. അപ്പോൾ ഈ അധ്യാരോപമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും ഒന്ന് ഓർത്തു നോക്കണം, ചിന്തിച്ചുകൊണ്ടിരിക്കണം. വസ്തുത മറന്നുപോകരുത്. സത്യം ഒന്നേയുള്ളൂ. സകല ആധ്യാത്മിക ശാസ്ത്രങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. ഭഗവത്ഗീത പറയുകയാണ്, ബ്രഹ്മം പ്രകൃതിയെ ഉപയോഗിച്ച് പ്രപഞ്ച ഘടകങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. എന്നിട്ടോ ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം പ്രകൃതിക്ക് വശപ്പെട്ട് സ്വാതന്ത്ര്യമില്ലാതെ ചലിക്കുകയാണ് എന്ന്. ഞാൻ, അതായത് ബ്രഹ്മം പ്രകൃതി ചലനങ്ങളുമായി കൂട്ടുപിണയാതെ ഉദാസീനനെ പോലെ വർത്തിക്കുന്നു എന്ന്. ഈ സത്യസ്വരൂപ രഹസ്യം തന്നെയാണ് ഗുരുദേവൻ ശക്തിരേവ സ്വയമസൃജത്, ശക്തി തന്നെ സൃഷ്ടിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശങ്കര ഭഗവത്പാദരുടെ ദക്ഷിണാമൂർത്തി സ്തോത്രം നോക്കൂ, 2ാമത്തെ ശ്ലോകം നോക്കൂ. മഹാഗുരുക്കന്മാരുടെ വചനങ്ങൾ 1. ബീജസ്യന്തരിവങ്കുരോ ജഗതിദം പ്രാഗ് നിർവികൽപം പുന മായാകൽപ്പിതദേശകാലകലന വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവയ സ്വേച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. നോക്കൂ, വിത്തിനുള്ളിൽ വൃക്ഷമെന്ന പോലെ ഭഗവത്പാദർ പറയുകയാണ്. വിത്തിനുള്ളിൽ വൃക്ഷമെന്ന പോലെ ആദ്യം അവ്യക്തമായി അടങ്ങിയിരുന്നതും പിന്നീട് മായാകൽപ്പിതമായ ദേശകാല അടിസ്ഥാനത്തിൽ സംഭവം കൊണ്ട് വിചിത്രമായി കാണപ്പെടുന്നതുമായ ഈ ജഗത്തിനെ ഒരു ഇന്ദ്രജാലക്കാരനോ മഹായോഗിയോ എന്ന പോലെ ആരാണോ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് പ്രകടമാക്കുന്നത് ആ ഗുരുവിന് പ്രണാമമെന്ന്. സത്യം എപ്പോഴും ഒന്നാണല്ലോ. പല വാക്കുകൾ ഉപയോഗിച്ച് മഹാഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടായി. വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് വിത്ത് പൊട്ടിച്ചു നോക്കിയാൽ അത് കാണുകയില്ല. വിത്തിലൊരു സാധ്യത മാത്രമായിട്ടാണ് അതിരുന്നത്. സാഹചര്യം അനുകൂലമായപ്പോൾ
അത് സ്വയം മുളച്ചു വന്ന് മരമായി. അതുപോലെ ആത്മാവെന്ന ആദികാരണം സ്വയം വ്യാകൃതമായി തീർന്നതാണ് പ്രപഞ്ചം. ഈശ്വരൻ എന്ന കേവല സത്യത്തിന് കൈവന്ന ദിവ്യമായ ശരീരമാണ് ഈ പ്രപഞ്ചം. അതാണ് ആത്മോപദേശ ശതകം 2-ാം ശ്ലോകം പറയുന്നു: കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. തിരഞ്ഞു തേറിടണം, നന്നായി അന്വേഷിക്കണം. എവിടെ അന്വേഷിക്കേണ്ടത്? പുറത്താണോ? നമ്മളൊക്കെ തിരഞ്ഞെടുക്കും സത്യം എവിടെ, സത്യം എവിടെ, ഏതാണ് സത്യമെന്ന്. പക്ഷേ തിരയേണ്ടത് പരവെളിയിലാണ്. അവനവന്റെ ഹൃദയാകാശത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. അപ്പം നമുക്ക് മനസ്സിലാവും, അന്ധകരണവും ഇന്ദ്രിയവും കളേബരം, അതായത് ദേഹമായും നമ്മൾ തൊട്ടറിയുന്ന ഈ അനേക എണ്ണമറ്റ ദൃശ്യപ്രപഞ്ചം, അനേക ജഗത്തും ഓർക്കിൽ എല്ലാം എന്താണെന്നാ പറഞ്ഞത്? പരവെളി തന്നിൽ ഉയർന്ന, ഹൃദയാകാശത്തിൽ, ദഹരാകാശത്തിൽ ഉയർന്ന, ഹൃദയാകാശത്തിൽ തെളിഞ്ഞ ഭാനുമാന്തൻ, അതായത് ഹൃദയസൂര്യന്റെ തിരുവുരുവാണ്, ബ്രഹ്മത്തിന്റെ തിരുശരീരമാണ് എന്ന് നമ്മൾ ഈ കാണുന്നതെല്ലാം തിരുശരീരമാണ് എന്ന് തിരഞ്ഞു തേറിടേണം എന്ന് ഗുരു പഠിപ്പിച്ചു തരികയാണ് നമ്മളെ. പക്ഷെ തിരഞ്ഞു തേറിടാൻ മാത്രം ആരും തയ്യാറാവണില്ല. ഈ അല്പവെളിച്ചത്തിൽ ഭ്രമിച്ച് സഞ്ചരിക്കുകയാണ് നാം. പരമാത്മതത്വം എന്നൊന്ന് ഉണ്ട് എന്ന് പോലും ഈ ജന്മം അറിഞ്ഞു പോകാത്തവർ എത്രയോ ഉണ്ട്. ഏതായാലും ഇതിന്റെ ശ്രോതാക്കൾ അതിനൊക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ്. സത്യത്തെ മുറുകെ പിടിച്ച് സഞ്ചരിക്കാം. ഏതോ മുജ്ജന്മ പുണ്യം ഈ സത്യാവസ്ഥയെ തേടി സഞ്ചരിക്കാൻ. ഇത് ഈ ഗ്രൂപ്പിൽ ഒരാളെ ശ്രദ്ധിച്ച് കേട്ടാലും അത്രയും ആ ജീവന് മോക്ഷത്തിലേക്ക് അണയാൻ സാധ്യമാകുമല്ലോ. ഇതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് പുണ്യാർജിതം എന്ന് തന്നെ പറയട്ടെ. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ബ്രഹ്മം പൂർണ്ണമാണ്. പൂർണ്ണമിതം, ഈ പ്രപഞ്ചവും പൂർണ്ണമാണ്. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്നും പൂർണ്ണമായ പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നു. അത് ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് പ്രപഞ്ചമുണ്ടായത്. ശക്തി പ്രകടനമായി കാണുന്നതായി വിലസിക്കുന്നത് ആ പൂർണ്ണമായ ബ്രഹ്മം തന്നെയാണ് ഈ പൂർണ്ണമായ പ്രപഞ്ചവും. ഇനി പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ മാറ്റിയാലോ, ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചത്തെ മാറ്റിയാലോ പൂർണ്ണമേവ അവശിഷ്യതേ, പൂർണ്ണമായ ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദർശനമാലയിലെ 3-ാമത്തെ മന്ത്രം ഗുരുവിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.